മാലാഖ നോവൽ അധ്യായം 15. എന്നാലും 14,000 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ജിബിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാം ബിസിനസ്സല്ല കൊച്ചേ. നക്കാപ്പിച്ച ശമ്പളം തന്നിട്ട് നമ്മുടെ കഠിനാധ്വാനം വിറ്റ് കള്ളലാഭം ഉണ്ടാക്കുക. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഏതെങ്കിലും നഷ്ടക്കച്ചവടത്തിൽ പൂട്ടിപ്പോകുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓരോ ഹോസ്പിറ്റലും വലുതായി വരികയാണ്. 10-14 നിലയുള്ള പുതിയ പുതിയ കെട്ടിടങ്ങൾ, നഴ്സിംഗ് കോളേജുകൾ, എല്ലായിടത്തും അങ്ങനെയല്ലേ. ഒരു നേഴ്സിന് ആവറേജ് 25,000 രൂപയെങ്കിലും ശമ്പളം കിട്ടേണ്ടതാണ്. അതാണ് നീതി. ഇപ്പോൾ അതിൻ്റെ 4 കിട്ടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ജോലി കൊണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലേ ചേച്ചി? ജിബിയുടെ സ്വരത്തിൽ നിരാശ കലർന്നിരുന്നു. നമ്മുടെ നാട്ടിലൊരു രക്ഷയില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം നിരക്ക് പ്രഖ്യാപിക്കണം. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നല്ലോ. നേഴ്സുമാർക്ക് വേണ്ടി അവരെന്തെങ്കിലും ചെയ്തേക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ഈ നേഴ്സുമാരെല്ലാം ഒന്നിച്ചു നിന്നാൽ മതിയായിരുന്നു. ഇപ്പം അവരോട് എന്തന്യായം കാണിച്ചാലും ചോദിക്കാൻ ആരുമില്ല. ചോദിക്കാൻ തൻ്റെ ഇടമുള്ളവരെ നമ്മൾ തന്നെ ഒറ്റപ്പെടുത്തുക. ആണുങ്ങളാണെങ്കിൽ തൻ്റെ ഇടമുള്ളവരെ എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കും. പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ശ്യാമള അഭിപ്രായപ്പെട്ടു. ഹോസ്പിറ്റലിലെ പെരുമാറ്റ രീതികളിൽ നിന്നും ജിബിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. ചുരുക്കം ചില നേഴ്സുമാരൊഴികെ മേരിമാതയിലെ നേഴ്സുമാരെല്ലാം പരസ്പരം ഈർഷ്യയുള്ളവരായിരുന്നു. രോഗികളുടെ മുന്നിൽ മാലാഖമാരെ പോലെ സൗമ്യമധുരമായ പെരുമാറ്റവും എളിമ നിറഞ്ഞ ശുശ്രൂഷകളും കാഴ്ചവെക്കുന്നവർ. തങ്ങളിൽ പരസ്പരം കുറ്റം കണ്ടെത്താനും കുശുമ്പ് പറയാനും അസൂയയും മേഷണിയും പരത്തുവാനും അവർ മത്സരിക്കുന്നുണ്ടായിരുന്നു. മനസ്സുവെച്ച എത്രയോ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്നവരാണ്. കുത്തുവാക്ക് പറഞ്ഞും മുഖം വീർപ്പിച്ചും വഴക്കടിച്ചും പരസ്പരം പാരവച്ചും കഠിനമായ ജോലിയെ ഇരട്ടി ഭാരമുള്ളതാക്കുന്നു. ഓർക്കുമ്പോൾ ജിബയ്ക്ക് സങ്കടം തോന്നും. സൂസമ്മ നേഴ്സ് പരിസരം നോക്കാതെ ആരുടെ മുന്നിൽ വെച്ചും ശകാരിക്കും, കുത്തുവാക്ക് പറയും, അധിക്ഷേപിക്കും. അവർക്കതൊരു ലഹരിയായി മാറിയിരിക്കുന്നു. രഹസ്യമായി കുറ്റം പറയുന്നവരുണ്ട്. ഓരോരുത്തരുടെയും ജീവിതം അതീവ താല്പര്യത്തോടെ ചികഞ്ഞു നോക്കാൻ ഉത്സാഹം കാണിക്കുകയും ഊഹാപോഹങ്ങൾ പരത്തുകയും ചെയ്യുന്നവരുണ്ട്. തൊഴുത്തിൽ കുത്തുണ്ടാക്കി സഹപ്രവർത്തകരെ വേദനിപ്പിച്ച് രസിക്കുന്ന പിശാചുക്കളും മാലാഖമാരുടെ വേഷമണിഞ്ഞ് ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് ജിബയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. പലപ്പോഴും അവൾ അത്തരം വേദനിപ്പിക്കലിൽ നിന്നും അധിക്ഷേപങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇരയായി തീർന്നു. 3 മാസത്തിലുള്ള ജിബിയ മേരിമാത ഹോസ്പിറ്റലിലെ സേവനം അവസാനിപ്പിച്ചു. അധ്യായം 29. ജീവ രാവിലെ ജോലിക്ക് പോകാൻ എണീക്കുന്നില്ലെന്ന് കണ്ട് ബിൻസി അവളെ ചെന്ന് വിളിച്ചുണർത്തി. നീ എന്നെ എണീക്കാത്തെ? അലാറം വെച്ചില്ലായിരുന്നു. ഇന്നെനിക്ക് ഓഫാ മമ്മി, ജിബിയ കണ്ണു തുറക്കാതെ പറഞ്ഞു. 4 ദിവസം വരെ നിനക്ക് ഓഫ് കിട്ടിയതല്ലേ? ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അവർ ഓഫ് വരുമോ? നാളെ മുതൽ എനിക്ക് നൈറ്റാ. അതാ. ജിബിയ തിരിഞ്ഞു കിടന്നു. ബിൻസി അതത്ര വിശ്വാസം വരാതെ നേരാണോ ആവോ ആർക്കറിയാം എന്ന് പിറുവിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഉച്ചയ്ക്ക് അലക്കാനും കുളിക്കാനും പാറക്കടവിൽ പോയപ്പോഴാണ് ജിബിയ ജെയ്സന് ഫോൺ ചെയ്ത് താൻ മേരിമാതയിൽ നിന്നും വിട്ടുപോകുന്ന വിവരം വെളിപ്പെടുത്തി. നന്നായി, വെറുതെ ശമ്പളമില്ലാതെ എന്തിനാ കഴുതേപ്പോലെ പണിയെടുക്കുന്നത്? ജെയ്സൻ്റെ മറുപടി വന്നു. ഞാനിതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതെന്നെ പറയാത്ത? ഇനി പറയണം. നേരത്തെ പറഞ്ഞ പിരിഞ്ഞു പോരാൻ സമ്മതിക്കത്തില്ല. പറയാത്തതിന് പപ്പയുടെയും മമ്മയുടെയും വഴക്ക് കേൾക്കണ്ടേ? ഓ, അത് പിന്നെയും സഹിക്കാം. ഹോസ്പിറ്റലിലെ സീനിയേഴ്സിൻ്റെ ചീത്തവിളിയും പരിഹാസവും കേൾക്കണ്ടല്ലോ, ജിബിയ പറഞ്ഞു. കുറച്ച് ദിവസം വീട്ടിൽ തന്നെ നിൽക്ക്. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വാ. ഇവിടെ എപ്പോഴും വേക്കൻസി ഉണ്ട്. വിടുമോയെന്നറിയില്ല, നോക്കട്ടെ. ഫോൺ സംഭാഷണം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ജോസ്ന ചോദിച്ചു, ചേച്ചി ഇനി പാലായിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ? നീ മമ്മിയോട് ചെന്ന് പറഞ്ഞേക്കരുത്. സമയം പോലെ ഞാൻ പറഞ്ഞോളാം. ചേട്ടായി ജോലി ചെയ്യുന്നിടത്തേക്ക് പോകാനാണോ? ചിലപ്പോൾ അങ്ങോട്ടിരിക്കും. അതിനേക്കാളും നല്ല സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോകും. ചേട്ടായി ജോലി ചെയ്യുന്നിടത്ത് ചെന്നിട്ട് നിങ്ങളൊന്നിച്ച് ജീവിക്കാനോ? പോടി അവിടുന്ന്. എനിക്ക് നേഴ്സിംഗ് ഹോസ്റ്റലുണ്ട് താമസിക്കാൻ. ജെൻസൺ ചേട്ടായിക്ക് മെൻസ് ഹോസ്റ്റലും. കാണാൻ പറ്റില്ലേ? കാണാനും മിണ്ടാനും ഒക്കെ പറ്റും. ഓഫ് ഡേയിൽ ഒന്നിച്ച് മാർക്കറ്റിൽ പോകാം, ഷോപ്പിംഗ് നടത്താം, ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം, ജിബിയെ വെളിപ്പെടുത്തി. അതൊക്കെ അതിര് കടന്ന സ്വാതന്ത്ര്യമല്ലേ ചേച്ചി? ഡേഞ്ചറല്ലേ അത്? ആരും കാണാനും വഴക്ക് പറയാനും ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്നിച്ച് ജോസിനെ സംശയത്തിൽ നിർത്തി ഞങ്ങൾക്കൊന്നിച്ച് വല്ല ലോഡ്ജിലും റൂം എടുക്കണമെന്ന് തോന്നി എന്നാ ചെയ്യും? പോടി തിണ്ടി, വായിന്ന് വരുന്ന വർത്താനം. കൊള്ളാവല്ല മനസ്സിലിരിപ്പ്. അല്ല, അങ്ങനെ തോന്നിക്കൂടാന്നില്ലല്ലോ. ഇന്ത്യ മഹാരാഷ്ട്ര സ്റ്റേറ്റ്. ആര് ചോദിക്കാനും പറയാനുമില്ല.
അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളും സ്വന്തക്കാരുമെല്ലാം ആയിരക്കണക്കിന് മൈലകലെ. നല്ല ചോര തിളയ്ക്കുന്ന പ്രായവും. ജിബിയ ജോസ്നയെ സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ അടിമുടി അവളെ അളന്നു. താൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോഴുണ്ടായിരുന്ന 7ാം ക്ലാസ്സുകാരി നരന്ത് പെണ്ണല്ല. +1 പഠനം. മനസ്സും ശരീരവും അത്രത്തോളം തന്നെ വളർന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മഹാരാഷ്ട്ര വരെ പോകേണ്ട കാര്യമില്ലായിരുന്നു. ബാംഗ്ലൂർ തന്നെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. എന്നിട്ട് ജോസ്ന ചോദിച്ചു. ആദ്യം അവനവൻ്റെ മനസ്സ് കളങ്കപ്പെടാതെ സൂക്ഷിക്കാൻ പഠിക്കണം. അന്നേരം ശരീരത്തിന് കേടുവരത്തില്ല. മനസ്സിൽ വേണ്ടാത്ത ആലോചന കേളുമ്പോഴേ അതിനെ ഓരോരോ വഴി തേടുന്നത്. ഞാൻ ചേച്ചിയെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചാൽ നിൻ്റെ ചോദ്യം പറച്ചിലും നിപ്പും ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു ലക്ഷണപ്പിഴക്. ഏതെങ്കിലും ലൈൻ ഉണ്ടോടി? ചേച്ചി ഇടുന്നു. മാക്രിയുടെ മോന്തയുമായിട്ട് നടക്കുന്ന എനിക്കാ ലൈൻ. അതൊക്കെ ചേച്ചിയെ പോലുള്ള സുന്ദരിമാർക്കാം. ഞാൻ പിടിച്ചോളാം. ജിബെ താക്കീത് നൽകി. പിറ്റേന്ന് വൈകുന്നേരം 6 മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറേണ്ടവൾ 4 മണിയായിട്ടും പോകാനുള്ള ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ ബിൻസി കാരണം നിറക്കി. എന്നാ ചെയ്യാമോളെ നിൻ്റെ ഉദ്ദേശം? ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല മമ്മി. പോകുന്നില്ലെന്നോ? 6 മാസത്തെ ട്രെയിനിങ്ങിനല്ലേ, ഇപ്പം 3 മാസമല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് മടുത്തു. ഒന്നാമതേ ശമ്പളമില്ലാത്ത ജോലി, അതുകൂടാതെ സീനിയേഴ്സിൻ്റെ റാഗിങ്ങോ? അതൊക്കെ നേഴ്സിംഗ് പഠിക്കാൻ ചേർന്നപ്പോഴല്ലേ. അതായിരുന്നു തമ്മിൽ ഭേദം. ഇവിടെ ചില നേഴ്സുമാരെ നമ്മുടെ നേർക്ക് അലറുന്ന അലർച്ച കേട്ട സിംഹം ഞെട്ടിപ്പോവും. അതൊക്കെ നീ എന്നതേലും തെറ്റ് കാണിച്ചിട്ടല്ലേ. നിസാര കാര്യത്തിന് വല്ല കോലാഹലവും ഉണ്ടാക്കും. ഒരു നീഡിൽ കാണാതെ പോയ ഹോസ്പിറ്റലെടുത്ത് മറിച്ചിടും. ആരെങ്കിലും അങ്ങനെ നിന്നോട് മനഃപൂർവ്വം പോരെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവരോട് പരാതിപ്പെടണം. അവിടെ ഒന്നും ഒരു നീതിയും കിട്ടത്തില്ല മമ്മി. നമ്മുടെ ചോരയുറ്റി പരമാവധി പണിയെടുപ്പിക്കുക, അത് മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം. എനിക്ക് നേഴ്സാകണ്ടായിരുന്നു. അവിടുത്തെ ക്ലീനിങ് ജോലിക്കാരിയായാൽ മതിയായിരുന്നു. എന്ത് സുഖമാണെന്നറിയോ. അതിനാണോടെ നിന്നെ ഇത്രയും കാശ് മുടക്കി പഠിപ്പിച്ചേ. ജോലിക്ക് പോകേണ്ടിരുന്ന പപ്പ വരുമ്പോൾ നിന്നെ കിട്ടിക്കോളും. ബിൻസി മുന്നറിയിപ്പ് നൽകി. എന്തൊക്കെ പറഞ്ഞിട്ടും ജിബിയ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. കുന്നക്കാട്ടുകാരിലെ മർമലയിലെ റബ്ബർ തോട്ടം സ്ലോട്ടർ വെട്ടാൻ പോയിരുന്ന ജോർജ് കുട്ടി വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ജിബിയ ജോലിക്ക് പോയിട്ടില്ലെന്ന് കണ്ട് കാരണം തിരക്കി. അവളിനി പോകുന്നില്ലെന്നാണ് പറയുന്നത്. ബിൻസി ഭർത്താവിനോട് വെളിപ്പെടുത്തി. അതന്നെ അങ്ങനെ ഭയങ്കര പാടാന്ന്. അവിടുത്തെ സീനിയേഴ്സ് നേഴ്സുമാരൊക്കെ അവളെ കടിച്ചു കീറാൻ നിൽക്കുകയാണെന്ന്. ജോർജ് കുട്ടി ജിബിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ വിശദീകരണം നൽകി. മേരി മാതാവിലെ നേഴ്സുമാരൊക്കെ എന്നാ നല്ലതാ, എത്ര നല്ല പെരുമാറ്റമോ. രോഗികളോടൊക്കെ എന്നാ സ്നേഹമായിട്ടാണ് അവർ നിൽക്കുന്നത്. ജോർജ് കുട്ടി ആശ്ചര്യപ്പെട്ടു. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡേർഡുകൾക്ക് നല്ലതായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്താൽ അവർക്ക് നല്ല വഴക്ക് കിട്ടും, ജിബി പറഞ്ഞു. പിന്നെ നിന്നോട് മാത്രം എന്നാ വേർതിരിവ്? ഞാൻ പേഷ്യൻ്റ് അല്ലല്ലോ. ഇതിപ്പോൾ നീ 3 മാസമായില്ലേ ജോലി ചെയ്തുള്ളൂ. 6 മാസമെങ്കിലും നിൽക്കണ്ടേ? അതിൻ്റെ ആവശ്യമില്ല പപ്പ. എന്തിനാ നമ്മൾ വെറുതെ ശമ്പളമില്ലാതെ? ഇനി എന്നാ ചെയ്യാനാണ് നിൻ്റെ പ്ലാൻ? വേറെ എവിടെയെങ്കിലും ജോലിക്ക് കയറണം, ശമ്പളമുള്ള ജോലി. മേരി മാതയിൽ അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ നിനക്ക് അവിടെ തന്നെ കിട്ടിയേനെ. അവിടുത്തെ ജോലി വേണ്ട പപ്പ. ജോർജ് കുട്ടി പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. പക്ഷെ ഒരു താക്കീത് നൽകി. ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളം വിട്ട് ഒരിടത്തേക്കും പോകാമെന്ന് വിചാരിക്കണ്ട. അതൊരു അടിയായിരുന്നു ജിബിക്ക്. കുറച്ച് കഴിയുമ്പോൾ നാഗ്പൂരിലേക്ക് പോകാമെന്നായിരുന്നു അവളുടെ വിശ്വാസം. 2 മാസത്തോളം അവൾ വീട്ടിൽ വെറുതെ നിന്നു. ഒരു ദിവസം ബിൻസിയോടൊപ്പം കുളത്തുകടവിൽ അമ്മ വീട്ടിൽ പോയത് ഒരു വഴിത്തിരിവിന് കാരണമായി. ബിൻസിയുടെ സഹോദരൻ്റെ ഭാര്യയുടെ മൂത്ത ചേച്ചിയുടെ മകൾ ലിഡിയ മുംബൈയിലെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ലിഡിയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ മുംബൈയിലേക്ക് ചെന്ന് ജോലി ചെയ്യാം എന്നതായിരുന്നു അനന്തരഫലം. കുറച്ച് കത്തിടപാടുകൾ, ഫോൺ വിളികൾ എന്നിവയ്ക്ക് ശേഷം ജിബിയയ്ക്ക് ലിഡിയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ജോലിയിൽ ചേരാൻ അവസരം കിട്ടി. മാസം 4500 രൂപയോളം ശമ്പളം. കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു നേഴ്സിന് കിട്ടുന്ന ശമ്പളത്തേക്കാൾ എന്തുകൊണ്ടും മികച്ച ഓഫർ. ബോംബെക്ക് വണ്ടി കയറുന്നതിന് മുൻപ് ജിബിയ ഒരിക്കൽ കൂടി പവിത്രയെ സന്ദർശിക്കാൻ പാതാമ്പുഴയിലേക്ക് പോയി. രാവിലെ 10 മണി നേരത്ത് ചെന്നാൽ മിക്കവാറും പവിത്രയ്ക്കും മോനും തനിച്ചേ ഉണ്ടാവുള്ളൂ എന്ന പരിചയം കൊണ്ട് ജിബിയ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സുഭദ്ര ചിട്ടിപ്പരുവിന് പോകും. ജയപ്രകാശ് ഓട്ടോയുമായി പോയാൽ രാത്രിയിലേ തിരിച്ചു വരും. അതിനാൽ പകൽ മിക്കപ്പോഴും പവിത്രയും അപ്പുക്കുട്ടനും മാത്രമാണ് വീട്ടിൽ. ജിബിയ ചെല്ലുമ്പോൾ ഗ്രില്ലിട്ടടച്ച വരാന്തയിലിരുന്ന് ചക്രങ്ങൾ ഊരിപ്പോയ കളിപ്പാട്ടം കാറ് നന്നായി സ്വയം നന്നാക്കാൻ ശ്രമിക്കുകയാണ് അപ്പു. ജിബിയെ കണ്ടതും അവന് വലിയ സന്തോഷമായി. മാസത്തിൽ 2 തവണയെങ്കിലും ജിബിയെ പവിത്രയെ കാണാൻ ചെല്ലാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവന് മിഠായി കിട്ടും. ചെറിയ കളിപ്പാട്ടങ്ങളോ കാറോ കിട്ടും. അത് മാത്രമല്ല, അവന് ജിബിയെയാണ് അടുപ്പിച്ചത്. അവൻ്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം വിടുന്നത് ജിബിയെ കാണുമ്പോൾ മാത്രമാണെന്ന് അവനറിയാം. മോനെ, ആരാ വന്നേ?
അകത്തെവിടെയോ നിന്ന് പവിത്രയുടെ ശബ്ദം. എടി ഞാനാ. ജിബിയ അല്പം ഒച്ചയെടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പു ഒരു പ്ലാസ്റ്റിക് കസേര വലിച്ചു കൊണ്ടുവന്ന് വാതിക്കലിട്ടിട്ട് അതിൽ കയറി നിന്ന് ഓടാമ്പലെടുത്തു. അവൻ വാതിൽ തുറന്നു കൊടുത്തു. വാതിലിൽ കൂടി അവൾ അകത്തേക്ക് കയറുന്നു. പവിത്ര അകത്ത് നിലത്ത് വിരിച്ച പായിൽ കിടപ്പുണ്ടായിരുന്നു. നീ എന്നാ കിടക്കണേ? നിനക്കെന്നാ പറ്റിയടി? ജിബിയ അരികിൽ ചെന്നിരുന്ന് അമ്പരപ്പിൽ ചോദിച്ചു. പനിയും ഛർദിയും വയറുവേദനയും. എനിക്ക് വയ്യാനിട്ട് എണീക്കാത്ത. പവിത്ര ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ലേ? മരുന്നൊന്നും വാങ്ങിയില്ലേ? ജിബിയ അവളുടെ അരികെയിരുന്നു. ഒരു തവണ പോയി. ആ മരുന്ന് തീർന്നിട്ടിപ്പോൾ 4 ദിവസമായി. പ്രകാശേട്ടനോട് പറയും വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. വരാമെന്നും പറഞ്ഞ് രാവിലെ പോകുന്നയാൾ രാത്രി 4 കാലിലാണ് വരുന്നത്. മരുന്ന് വാങ്ങിച്ചോന്ന് ചോദിച്ചാൽ മരുന്നോ? ഏത് മരുന്ന്? ആർക്ക് എന്നായിരിക്കും മറുപടി. നിൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞാലോ? ബെസ്റ്റ്. ഈ അസുഖമൊക്കെ എൻ്റെ അഭിനയമാണെന്ന് പറയുന്നത്. ഷേ, എല്ലും തോലും മാത്രമായല്ലോടി നീ. ഇങ്ങനെ നീ എത്ര നാൾ ജീവിക്കും? ആർക്കാടോ ജീവിക്കണ്ടേ? ആർക്ക് വേണ്ടിയാ? പോകുന്നിടത്തോളം പോട്ടെ, അത്ര മതി. ഒരു മോനില്ല നിനക്ക്? അതാരാണല്ലടി. എങ്ങനെയെങ്കിലൊക്കെ പഴച്ചോളും. സംഭാഷണങ്ങൾക്ക് കാതോർത്ത് അവർക്കരികെ നിൽക്കുന്നുണ്ടായിരുന്ന അപ്പു അമ്മ പറയുന്നത് സങ്കടങ്ങളാണെന്ന് അവനറിയാം. പക്ഷെ അതിൻ്റെ അർത്ഥമൊന്നും പിടിയിട്ടില്ല. ജിബിയ ഹാൻഡ് ബാഗ് തുറന്ന് അവന് ബിസ്ക്കറ്റും മിഠായിയും ബസ്സിൻ്റെ മാതൃകയിലുള്ള കളിപ്പാട്ടവും കൊടുത്തു. അവനത് വാങ്ങി അത്യാഹ്ലാദത്തോടെ വരാന്തയിൽ തുള്ളിച്ചാടി നടന്നു. എടി, നിനക്ക് തരാൻ ഇവിടെ ഒന്നും ഇരിപ്പില്ല. കട്ടൻ ചായ മതിയോ? എനിക്കൊന്നും വേണ്ട. നീ വല്ലതും കഴിച്ചെന്ന്. രാവിലെ നുറുക്കു ഗോതമ്പ് കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കി. പ്രകാശേട്ടനും അമ്മയും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക കുറവാണ്. പ്രകാശേട്ടന് മീനും ഇറച്ചിയൊക്കെ വേണേ. അതിവിടെ വാങ്ങി തന്നാലല്ലേ വെക്കാൻ പറ്റൂ. പുള്ളിക്കാരൻ ഹോട്ടലിൽ നിന്ന് കഴിക്കും. പ്രകാശേട്ടൻ്റെ അമ്മ എവിടുന്ന് കഴിക്കുന്നോ ആവോ. എനിക്കും മോനും കുറച്ച് റേഷനറി വാങ്ങിച്ചു തരും. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടാകുമോ? മോന് രാവിലത്തെ കുറച്ച് ഉപ്മാവ് ബാക്കിയിരിപ്പുണ്ട്. എനിക്ക് വേണ്ട. പിന്നെന്തിനാ? ജിബിയ അവളുടെ കുഴിയിൽ താണുപോയ കണ്ണുകളെ നോക്കി. ജിബിയ പവിത്രയോട് തൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. മുംബൈക്ക് പോവുക. ഇനി അവിടെ ജോലി. നിൻ്റെ ചേട്ടായുടെ അടുത്തേക്കണോ? അല്ല, അങ്ങോട്ട് വിടത്തില്ല. സാരല്ല, എവിടെയെങ്കിലും ആവട്ടെ. കുറേ സമയം സംസാരിച്ചിരുന്നിട്ട് ജിബിയ പോകാൻ എഴുന്നേറ്റ് പവിത്ര എഴുന്നേൽക്കുന്നില്ല. ചുമരും ചാരി ഇരിപ്പാണ്. നിനക്ക് കട്ടിലേക്ക് കിടക്കാനൊന്നും അനുവാദമില്ലടി? ജിബിയ ചോദിച്ചു. അതല്ലടി, ഇപ്പോൾ ഇടയ്ക്കിടെ ബ്ലീഡിങ് ഉണ്ടാവും. നീ ഒന്ന് എണീറ്റേ. ജിബിയെ സംശയത്തോടെ അവളെ നോക്കി. വേണ്ടടി. ജിബിയെ നിർബന്ധിച്ച് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. പായ്മേൽ വിരിച്ച കീറ ബെഡ്ഷീറ്റിൽ ചോരപ്പാടുകൾ കണ്ട് ജിബിയ എന്താളിച്ചു. എന്താടി മോളെ ഇത്? ഞാൻ പറഞ്ഞില്ലേ? അല്ല, സത്യം പറ. എന്തായത്? ജിബിയ അവളുടെ തോളത്ത് പിടിച്ചുലിച്ചു. ഒടുവിൽ പവിത്രയ്ക്ക് തുറന്നു പറയേണ്ടി വന്നു. കൂടെ ബ്ലീഡിങ് ഉണ്ടാകുന്നു. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയി പരിശോധിച്ചു. അവിടുത്തെ ഡോക്ടർ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു. സ്കാനിങ്ങിന് പോകാൻ സുഭദ്ര സമ്മതിക്കുന്നില്ല. 5000 രൂപയാകും അത്രേ. ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്തു. സ്കാനിങ് നടത്തി. ഒവേറിയൻ സിസ്റ്റമാണ്. ഗർഭാശയത്തിൽ വലിയ മുഴ. ഓപ്പറേഷൻ ചെയ്ത് നിൽക്കണം. ഇല്ലെങ്കിൽ അത് ക്യാൻസറായി മാറും. ഇടയ്ക്കിടെ വയറ്റിൽ കടുവ കടിച്ചു കുടയുന്നത് പോലൊരു വേദന വരും. ചിലന്തി വല പടർന്ന പോലെ ആ വേദന ഉടലിൽ മുഴുവൻ വ്യാപിക്കും. രക്തവാർച്ചം രൂക്ഷമാകും. ഓപ്പറേഷൻ നടത്താൻ 25,000 രൂപയ്ക്ക് മേലെ ചെലവ് വീഴും. ജയപ്രകാശിനുള്ള കടം വീട്ടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓപ്പറേഷനെ പറ്റി ആരും ചിന്തിക്കുന്ന പോലുമില്ല. പ്രകാശേട്ടൻ്റെ അമ്മ ഇവിടെ എല്ലാം പറഞ്ഞു വരുത്തിയേക്കുന്നേ എനിക്ക് ക്യാൻസറാണെന്ന്. 6 മാസത്തിനകം ഞാൻ ചത്തുപോകത്രേ. എന്നിട്ട് വേണം അവർക്ക് പ്രകാശിനെ കൊണ്ട് വേറൊരു പെണ്ണ് കെട്ടിക്കാനെന്ന്. അവരുടെ നാക്ക് പൊന്നാകട്ടെ. 6 മാസം എന്തിനാ? നാളെ ചാവാനും ഞാൻ റെഡിയാണല്ലോ. അത് പറയുമ്പോൾ പവിത്രയുടെ കണ്ണുകളിൽ കണ്ട നിസ്സംഗത ജിബിയെ അമ്പരപ്പിച്ചു. അധ്യായം 30. പവിത്രയുടെ ദയനീയാവസ്ഥ കണ്ടിട്ടുണ്ടായ രോഷവും സങ്കടവും ജിബിയ അജിതാമ്മയുടെ മുന്നിലാണ് തീർത്തത്. പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതം നിങ്ങളുടെ വാശി കൊണ്ടും നിർബന്ധം കൊണ്ടും വലിച്ചുകൊണ്ട് പോയി ഒരു നരകക്കുഴിയിൽ കൊണ്ടിട്ടപ്പോൾ നിങ്ങളിവിടെ അനങ്ങാണ്ടിരിക്കുകയല്ലേ? കൊള്ളാം. ഇതിനേക്കാളും ഭേദം നിങ്ങൾ അവൾക്ക് കുറച്ച് വിഷം കൊടുത്ത് കൊല്ലുന്നതായിരുന്നു. എങ്ങനെയും ഭാരം ഒഴിവായി കിട്ടേ മതിയല്ലോ. ജിബിയുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളായ സ്വന്തം കാര്യത്തിൽ കുറച്ച് മിടുക്ക് വേണം. എല്ലാവരും ഉരുട്ടി വായിൽ വെച്ചിരുന്ന് എഴുതി കൊണ്ട് ഇരിക്കരുത്. തന്നെത്താ കുറച്ച് പൊരുതി നോക്കണം. അയതാമ്മ വീരോടെ പറഞ്ഞു. അവൾ ഒറ്റയ്ക്ക് ആരോട് പൊരുതാനാ? ആരെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ? പെറ്റ തള്ളയും തന്തയും കൂടി തിരിഞ്ഞു നോക്കുന്നില്ല. അവൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല. അന്വേഷിച്ചപ്പോൾ എന്നാ മനസ്സിലായി?
പവിത്ര ആ വീട്ടിൽ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നോ? വിഷമങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം, അയതാമ സമ്മതിച്ചു. എന്നിട്ട് നിങ്ങളത് പരിഹരിക്കാൻ നോക്കിയോ? അവൾക്ക് സഹായം എത്തിച്ചെടുത്തോ? ജിബിയ രോക്ഷത്തോട് ചോദിച്ചു. അവൾക്ക് എന്നെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവൻ കൊണ്ടുപോയി മുടിപ്പിക്കും. 22 പവൻ സ്വർണം കൊടുത്തതാ, ഒരു തരി പൊന്നില്ല. 1,00,000 രൂപ കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 100-200 ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം തികഞ്ഞോ? ജിബിയ ചോദിച്ചു. ഞങ്ങൾക്കും സങ്കടവും വേദനയൊക്കെ ഉണ്ട്. എന്നിട്ടാണോ അവിടെ കൊല്ലാനിട്ടിരിക്കുന്നത്? അവളൊരു രോഗിയാണെന്നുള്ള വിവരം അറിയാലോ. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവൾ രക്ഷപ്പെടുത്തില്ലെന്ന് അറിയാലോ. എൻ്റെ കുഞ്ഞെ, ഞങ്ങൾ അവിടെ ചെന്നുണ്ടാക്കും പൈസ. കോട്ടയത്ത് കൊണ്ടുപോയി സ്കാനിങ് നടത്താനുള്ള പൈസയൊക്കെ ഞാനാ മുടക്കിയത്. എനിക്ക് ഈ തയ്യലിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ലേ ഉള്ളൂ. കുടുംബം നടത്തണ്ടേ, 2 പിള്ളേരെ പഠിപ്പിക്കണ്ടേ? നിങ്ങളെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ സഹായിക്കില്ലേ? എൻ്റെ കൊച്ചെ, എല്ലാവരും പരാധീനക്കാരാ. വേണ്ടി വന്നാൽ 2,000-3,000 ഒക്കെ തന്ന് സഹായിക്കാനുണ്ട്. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? 30,000 രൂപയില്ലാതെ ഒരു ആശുപത്രിയിലോട്ട് കയറാൻ നോക്കണ്ട. എന്നാൽ പിന്നെ അവൾ അവിടെ കിടന്ന് ചത്തോട്ടേന്നോ? അവിടെ കെട്ടിയവന് ഉത്തരവാദിത്വം വേണ്ടായോ? അയതാമ രോഷം വിട്ടു. ജിബി അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിമിഷങ്ങളൊന്നും നിന്നു. ചോദിക്കാനും പറയാനുമുള്ള പദങ്ങൾ അവളുടെ മനസ്സിൽ തിരമാല പോലെ അലതല്ലിക്കൊണ്ടിരുന്നു. ഒടുവിൽ എല്ലാം കടിച്ചവിടുത്തി അവൾ സ്വരം താഴ്ത്തി. ഞാൻ പോവാ, എനിക്കിനിയൊന്നും പറയാനില്ല. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ജിബിയ ബിൻസിയോട് ചോദിച്ചു, മമ്മിയുടെ കയ്യിൽ സ്വർണം വല്ല ഇരിപ്പുണ്ടോ? ഇപ്പം എന്തിനാ നിനക്ക് സ്വർണം? ബിൻസി ആവശ്യപ്പെട്ടു. വേണം, അത്യാവശ്യം. എന്തിനാണ് പറ. ജിബിയ പവിത്രയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ആരും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവളെ കൂടെ കിടന്ന് ചത്തുപോകും. എടി മോളെ, അവളുടെ വീട്ടുകാർക്കും കെട്ടിയവനും ഇല്ലാത്ത ഉത്തരവാദിത്വം നിനക്കെന്തിനാ? എനിക്കതൊന്നും അറിയാൻ മേല. മമ്മിക്ക് സഹായിക്കാൻ പറ്റുമോ? നിനക്കറിയാമല്ലോ, വരവുമാലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പൊന്നെന്ന് പറയാൻ ആകെയുള്ളത് 2 കുഞ്ഞു കമ്മല. വരവ് കമ്മൽ മേടിച്ചിട്ട് ചെവി ചൊറിഞ്ഞ് പഴുക്കും. തൽക്കാലം ഒന്ന് രണ്ടായെന്ന് വെക്കും, കാതടഞ്ഞു പോകത്തില്ലടി. ജോറൊട്ടിച്ചായം പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ കൊടുക്കാതെ വെച്ചിരുന്ന മുതലാ. എൻ്റെ മമ്മി, കാതടഞ്ഞു പോകാതിരിക്കാൻ 2 പച്ച ഈർക്കലി കഷ്ണം തിരികെ വെച്ചാൽ മതി. പൂടി അവിടുന്ന്. അതൊന്ന് പണയം വെക്കാൻ താ. ഞാൻ മുംബൈയിൽ പോയി ജോലി ചെയ്ത് പണയം അടുപ്പിച്ചോളാം. എത്ര ഗ്രാമുണ്ട്? 6 ഗ്രാം കാണുമായിരിക്കും. മതി, പപ്പാറയണ്ട. ജോറൊട്ടിച്ചായനറിയാതെ ഞാൻ അടുപ്പിച്ച് തന്നോളാന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ആ ഇത്തിരി പൊന്നിന് ഒരു ജീവൻ്റെ വിലയാ മമ്മി. ബിൻസിക്ക് കാര്യം മനസ്സിലായി. അല്പം ആലോചിച്ച ശേഷം ബിൻസി തൻ്റെ കാതിൽ കിടന്ന കമ്മൽ 2 ഒഴിച്ച് മകളെ ഏൽപ്പിച്ചു. ജോറൊട്ടിച്ചായനോട് ഞാനെന്നാ പറയുമെന്ന് എൻ്റെ പേടി. പപ്പ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം, മമ്മി പേടിക്കണ്ട. നീ അത്രയ്ക്കങ്ങ് വളർന്നു. ഇതുവരെ നിൻ്റെ കാര്യം പപ്പയോട് പറയാൻ ഞാൻ വേണമായിരുന്നല്ലോ. ഇതെൻ്റെ കാര്യത്തിനല്ലല്ലോ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. പിറ്റേ ദിവസം ജോർജ് കുട്ടി സ്ലോട്ടർ ടാപ്പിങ്ങിന് മാർമലയിലേക്ക് പോയപ്പോൾ ജിബിയും ബിൻസിയും കൂടി തിക്കോയി തെക്കയിൽ പോയി അവിടുത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കമ്മൽ പണയപ്പെടുത്തി 18,000 രൂപ വാങ്ങി. അതിൽ 3,000 രൂപ കയ്യിൽ വെച്ച ശേഷം ജിബ ബാക്കി 15,000മായി പവിത്രയുടെ വീട്ടിലെത്തി. ആ പണം അജിതാമയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പവിത്രയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം. ബാക്കി പൈസ നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോ. പൈസ കയ്യിലിരുന്നിട്ട് തുളുമ്പിയിട്ട് തരുന്നതല്ല. എൻ്റെ മമ്മിയുടെ കാത് കുറച്ച് പണയം വെച്ചതാ. അജിതാമ്മ ആ പൈസയും കയ്യിൽ പിടിച്ച് വിറങ്ങലിച്ച് നിന്നുപോയി. അവൾ അങ്ങനൊന്നും പോകാനുള്ളവരല്ല അമ്മേ. അവളുടെ ജീവൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. എൻ്റെ കുഞ്ഞെ, പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? അതും അറിയാം. അതുകൊണ്ടാണ് ഈ പൈസ കൊണ്ടുവന്ന് തന്നത്. ഇത് കൊണ്ടുപോയി പുട്ടടിച്ചേക്കരുത്. ഞാൻ നാളെ മുംബൈക്ക് പോകും എന്ന് വെച്ച് ഈ പൈസ വകമാറ്റി ചെലവഴിച്ച് കളയരുത്. ഞാൻ മുംബൈ ചെന്നാൽ ഉടനെ വിളിച്ച് ചോദിക്കും ഓപ്പറേഷൻ്റെ കാര്യം എന്തായെന്ന്. പോട്ടെ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ജിബിയ തിരിഞ്ഞു നടന്നു. അത് നോക്കി നിൽക്കെ അജിതാമ്മയുടെ കണ്ണിൽ വെള്ളം വന്നു നിറഞ്ഞു. പകുതിയോളം പണം കയ്യിൽ വന്നതോടെ അജിതാമ്മയ്ക്ക് ധൈര്യമായി. ബാക്കി പണം സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കടമായും സംഭാവനയും സ്വരൂപിക്കാമെന്നവർ കണക്കുകൂട്ടി. ഞണ്ടുകല്ലിലെ തറവാട്ടിൽ ചെന്ന ആങ്ങളമാരുടെ കയ്യിൽ നിന്നും സുദർശൻ്റെ ഇടമുറകിലെ മേലുക്കാവിലെ ബന്ധുക്കളിൽ നിന്നും 25,000 രൂപയോളം സംഘടിപ്പിച്ചു. എന്നിട്ടും കണക്കൂട്ടി വന്നപ്പോൾ 5,000-നും 10,000-നും ഇടയ്ക്ക് കുറച്ച് രൂപയുടെ കുറവ് നികത്താനുണ്ട്. അതിനുവേണ്ടി രമേശനും ശിവരാജനും കൂടി പാതാമ്പുഴ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന് ജയപ്രകാശുമായി സംസാരിച്ചു. എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. ജയപ്രകാശ് കൈമലർത്തി കട്ടി. ആരോടെങ്കിലും കടം വാങ്ങിയാലും മതി. രമേശൻ ജയപ്രകാശിനോട് കൊഞ്ചി. എനിക്ക് ഓട്ടോക്കാർ സുഹൃത്തുക്കളൊക്കെ ഒരുപാടില്ലേ. ആരോടെങ്കിലും വായ്പ ചോദിച്ചാൽ തരത്തില്ലേ? മേടിക്കാവുന്നിടത്തോളം ഞാൻ മേടിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഞാനങ്ങോട്ട് മുടക്കി കൊടുക്കാൻ കിടക്കുക. എല്ലാവരോടും അവധി പറഞ്ഞ് അവർക്കെല്ലാം ദേഷ്യമായി.
വാങ്ങിച്ച പൈസ കൊടുക്കാതെ എങ്ങനെയാ പിന്നെയും ചോദിക്കുന്നത്? നീ നോക്കിയാൽ ഒരു 1000 രൂപ പോലും ഉണ്ടാവത്തില്ലേ? രമേശിന് ക്ഷമ കിട്ടു. കളിയാക്കാതെ. 1000 രൂപ കൊണ്ട് എന്താകാനാ? നിനക്ക് മൂക്കുമുട്ട കുടിക്കാൻ പൈസ ഉണ്ടല്ലോ, അതെവിടുന്ന് വരുന്നു? വല്ലപ്പോഴും 2 പെഗടിക്കുന്നതാണ് കുറ്റം. ജയപ്രകാശിൻ്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിക്കാനാണ് രമേശിന് തോന്നിയത്. നീ വാ രമേശ, അവനോട് കൂടുതൽ സംസാരിച്ചാൽ നമ്മൾ കൈയയച്ച് വല്ലതും ചെയ്തു പോകും. ശിവരാജൻ അനുജനെ കൂട്ടിക്കൊണ്ട് ബൈക്കിൽ കയറി ഓടിച്ചുപോയി. രാത്രി പതിവ് പോലെ ഷെയറിട്ട് കുപ്പി വാങ്ങി കുടിച്ച് ജയപ്രകാശ് വീട്ടിലെത്തി. ശിവരാജനോടും രമേശിനോടുള്ള ദേഷ്യം മുഴുവൻ അയാൾ പവിത്രയ്ക്ക് നേർക്ക് തിരിച്ചുവിട്ടു. നിന്റെ ഓപ്പറേഷൻ നടത്താൻ അവന്മാർ കാശിന് പറഞ്ഞു നടക്കുന്നുണ്ട്, നിന്റെ മാമന്മാർ. നിന്റെ ശ്രീധനത്തിൻ്റെ ബാക്കി 15,000 ഇതുവരെ തന്നിട്ടില്ല റാസ്കൽസ്. അവന് ഞാനങ്ങോട്ട് കൊടുക്കണമെന്ന് തെണ്ടി. പവിത്ര ഒരക്ഷരം മിണ്ടാതിരുന്ന് കേട്ടു. എനിക്കൊരാവശ്യത്തിന് 10 കാശിൻ്റെ സഹായം ചെയ്തിട്ടില്ല ഈ മാമന്മാർ. വീട് വെച്ച് അതിൻ്റെ 5 പൈസ തന്നിട്ടില്ല. കിണർ കുഴിച്ചു, വീട്ടിലോട്ട് കറണ്ട് എടുത്തു. 1000 രൂപയുടെ സഹായമില്ല. ഇങ്ങനെയാണോ ഒരു ഭാര്യ വീട്ടുകാർ? എൻ്റെ കൂടെ ഓട്ടോ ഓടിക്കുന്ന ഓരോരുത്തന്മാരുടെ ഭാര്യ വീട്ടുകാർ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഫ്രിഡ്ജ്, TV, ഫാന്, പൈസ, സ്വർണം. ഇവിടെ വരുത്തി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് നടനല്ലേതാന്നേ. പോയാൽ പിന്നെ കാൽ കാശിൻ്റെ പ്രയോജനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പവിത്രയ്ക്ക് അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന വീട് വിൽക്കാനും വേറെ പണിയാനും ആരെങ്കിലും നിർബന്ധിച്ചു വന്നു. വീട് കാണിച്ച് പറ്റിച്ച് കാശ് വാങ്ങി കല്യാണം നടത്തിയിട്ട് വീട് വിറ്റ് കടം തീർക്കുന്ന ചെറ്റത്തരം വേറെ ഏതെങ്കിലും കൂട്ടുകാർ കാണിച്ചു വന്നു. ഭാര്യയ്ക്ക് മരുന്നും വസ്ത്രവും വാങ്ങി കൊടുക്കാതിരിക്കുന്നുണ്ടോ അവരെന്ന്? ഭാര്യയെ വീട്ടിൽ പട്ടിണിക്കിട്ടിട്ട് അവർ ഹോട്ടലിൽ പോയി മൂക്കുമുട്ടത്തുനിന്ന് വയറ് നിറയ്ക്കാറുണ്ടോന്ന്? ഭാര്യയുടെ കെട്ടുതാലി വരെ പറിച്ചെടുത്ത് വിറ്റിട്ടാണോ അവർ കുടുംബം നടത്തുന്നത്? പവിത്ര വേറെ എന്തൊക്കെയോ ഓർക്കാൻ ശ്രമിച്ചു. അവൾ താൻ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് മനസ്സിനെ അലയാൻ വിട്ടു. അതൊരാട്ടിൻകുട്ടിയെപ്പോലെ അവിടെ ഓടി നടന്നു. ഓർമ്മയുടെ കറുകത്തളിര് പോലെ അത് കടിച്ചു തിന്നു. ജയപ്രകാശിൻ്റെ വായ്ത്താരി അവളിൽ നിന്നും കുറേ അകലെയായി. ഇടയ്ക്ക് സുഭദ്രയുടെ ശബ്ദം കേട്ട പോലെ തോന്നി. ചോദിക്കടാ മോനെ, ചോദിക്ക്, എണ്ണി ചോദിക്ക്. അവിടെ വായിൽ നാക്കുണ്ടോന്ന് നോക്കിയേ. മൂദേവി മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? ഇടയ്ക്ക് മനസ്സൊന്നെത്തി നോക്കിയപ്പോൾ കേട്ടതാണ്. പവിത്ര വേഗം മനസ്സിന് സ്കൂൾ മുറ്റേക്ക് തന്നെ തിരിച്ചു വിഴിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി കോട്ടുവായി കിട്ടുന്ന കട്ടിലിരിക്കെ ജയപ്രകാശിനൊരു ബോധോദയുണ്ടായി. അവൾ പവിത്രയെ വിളിച്ച് സ്വർണം വയ്ക്കാൻ ചോദിക്കുന്ന അത്ര നയത്തിലും കപട സ്നേഹത്തിലും സംസാരിച്ചു. നിന്റെ ഓപ്പറേഷൻ നിന്റെ അമ്മ കൂട്ടിവെച്ചിരിക്കുന്ന 25,000 രൂപ നീ എനിക്ക് വാങ്ങി തന്നേര്. വണ്ടിയുടെ ടെസ്റ്റിംഗ് നടത്താൻ കാശില്ലാണ്ട് ഞാൻ ആകെ പുലിവാല പിടിച്ചിരിക്കുക. ടെസ്റ്റിംഗ് കയറ്റിയില്ലെങ്കിൽ ഓട്ടോ റോഡിലിറക്കാൻ പറ്റത്തില്ല. ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വണ്ടിയുടെ ബുക്കും പണയം വെച്ച് ആ പൈസ തിരിച്ചു തന്നേക്കാം. അത് നല്ല ബുദ്ധിയാണല്ലോ. പ്രകാശേട്ടന് ഇതൊക്കെ കൃത്യസമയത്ത് എവിടെ നിന്ന് കിട്ടുന്നു? ഒറ്റ ആഴ്ചത്തെ ഒരു തിരിമറി. ഓപ്പറേഷൻ ഒരാഴ്ച വൈകിയാലും കുഴപ്പമില്ലല്ലോ, പൈസ ഞാൻ തിരിച്ചു തരാമെന്ന്. ആ പൈസ എൻ്റെ കൂട്ടുകാരി അവളുടെ അമ്മയുടെ സ്വർണം പണയം വെച്ച് എടുത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയതാ. അവളോട് എൻ്റെ അമ്മ വേണം ഉത്തരം പറയാം. തിരിച്ചങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ തീരത്തില്ലേ കാര്യം? എൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചോട്ട് പോകുമ്പോഴും ഞാൻ ഈ വർത്തമാനം കേട്ടിട്ടുള്ളതാണ്. 22.5 പവൻ, 1 ഗ്രാം ബാക്കിയില്ല. ഇനിയും ഇതൊക്കെ വിശ്വസിക്കണം. ഓട്ടോ ഓടില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നീ ഞെണ്ണുന്നതൊന്ന് കാണണം. അത് കേട്ടപ്പോഴും പവിത്രയ്ക്ക് ചിരിക്കാനാണ് തോന്നിയത്. തന്നെ തീറ്റിപ്പോറ്റാൻ മാത്രം ഓടുന്ന ഓട്ടോ. മദ്യപിച്ച് ലെക്ക് കെട്ടോളെ പോലെയാണ് ജിബിയെ ഹോസ്പിറ്റലിലെ കോറിഡോറുകൾ നടന്നത്. കാലുകൾ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കണ്ണ് നേരെ നിൽക്കുന്നില്ല. നോട്ടം പതറിപ്പോകുന്ന പോലെ. കൺപോളകൾക്കുള്ളിൽ ആരോ മണൽവാരി വിതറിയ പോലത്തെ കുരുവരിപ്പ്. ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ ഓടുകയാണ്. നീളൻ വരാന്തകൾ, ഇടനാഴികൾ, ചതുരമുറികൾ, ക്യൂബിളിക്കുകളുകൾ, എക്സ്റേ, ലബോറട്ടറി, സ്കാനിങ്, ഓട്ടം. എവിടുന്ന് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നൊന്നും ഒരു നിശ്ചയമില്ല. റോഡിലിറങ്ങി ഓടിയെറിഞ്ഞെങ്കിൽ മുംബൈ മഹാനഗരം മുഴുവൻ ഒന്ന് ചുറ്റി വരാനുള്ള ദൂരം താൻ പിന്നിട്ടു എന്ന് അവൾക്ക് തോന്നി. നൈറ്റ് ഡ്യൂട്ടിക്ക് യൂണിഫോം ധരിച്ചു കയറിയപ്പോൾ നല്ല ഉഷാറായിരുന്നു. ഇപ്പോൾ ചക്കിലാട്ടി നീരി പിഴിഞ്ഞെടുത്ത കരിമ്പിൻചണ്ടി പോലെയായി. നൈറ്റ് ഡ്യൂട്ടി തീർന്നുവെങ്കിൽ ഇനിയും ഓടണം 2 മണിക്കൂർ കൂടി. ക്ലോക്കിലെ സൂചികൾക്ക് വേഗതയില്ലാത്ത ഹോസ്പിറ്റലുകൾ. ഏയ് ജിബി, ഇതറാവോ, കം ക്വിക്ക്. ഏതോ ക്യൂബിക്കിളിൽ നിന്നും സ്റ്റാഫ് നേഴ്സ് ഉച്ചത്തിൽ വിളിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു ബെഡ് സൈഡിൽ നിന്നും വിളിക്കുന്നത് കേൾക്കാം. ജിബി, ഇതർ കമോൺ. എത്ര ഓടി നടന്നിട്ടും ജോലിയെല്ലാം പെൻഡിങ് ആണ്. ചിലപ്പോൾ ജിബിക്ക് എല്ലാം കൂടി ചുരുട്ടിക്കുട്ടി എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഓടാൻ തോന്നും. എന്തൊരു ജീവിതം! ഇത് ആർക്കും വേണ്ടിയാണ്? ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കഴിക്കാൻ സമയമില്ല, 1 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല, മൂത്രമൊഴിക്കാൻ തോന്നിയാൽ അതിനും നല്ല നേരം നോക്കണം. മുംബൈ മീരാ റോഡിലെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ജോലിക്കെത്തുമ്പോൾ
4600 രൂപ എന്ന് മോഹിപ്പിക്കുന്ന ശമ്പളം മാത്രമായിരുന്നു മനസ്സിൽ. ഇപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എവിടെയെങ്കിലും ഒന്ന് പോയി കിടക്കാൻ, മതി വരുവോളം ഒന്ന് ഉറങ്ങാൻ, ഉറക്കത്തിൽ ചത്തുപോയാലും മതിയെന്ന് ചിലപ്പോൾ ജിബിയയ്ക്ക് തോന്നാറുണ്ട്. പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഒരു തലവേദനയോ വയറുവേദനയോ ജലദോഷമോ പിടിവിട്ടാൽ പോലും ലീവ് കിട്ടില്ല. ആഴ്ചയിൽ കിട്ടുന്ന ഒരു ദിവസത്തെ അവധി. തുണികൾ കഴുകി ഉണക്കി ഒന്ന് കുളിച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ കടയിലൊന്ന് കയറി ഇറങ്ങുമ്പോഴേക്കും തീർന്നു പോവുകയാണ്. കടൽത്തിരയിൽ അടിച്ചിട്ട് പാദങ്ങളിൽ നിന്നും മണ്ണും വെള്ളവും ചോർന്നു പോകുന്നത് പോലെ. വാങ്ങുന്നതോ ഒരു ബ്രെഡ് പാക്കറ്റ്, പഴം, 2 പാക്കറ്റ് ബിസ്ക്കറ്റ്, സോപ്പ് പൊടി. എത്ര ഞെക്കിപ്പിടിച്ചിട്ടും വീട്ടിലേക്ക് 3000 തികച്ചയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഓ ജിബി, ഇവിടെ വാ. ഇൻചാർജ് വിളിക്കുകയല്ല, അലറുകയാണ്. ഞാനിവിടെ പേഷ്യൻറ്റിന് കെയർ കൊടുക്കുകയാണ് മാഡം. അതവിടെ ഇട്ടിട്ട് ഇവിടെ വരാൻ. ജിബിയെ ഇൻചാർജ് റേഡിയം ഗേറ്റ് അടുത്തേക്ക് ഓടി. ഇവരൊക്കെ ഇങ്ങനെ അലറുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എല്ലായിടത്തും ജൂനിയർ നഴ്സുമാർക്ക് നേരെ ചാടി കിടക്കുന്ന ഇൻചാർജുകൾ മാത്രമേ ഉള്ളൂ. സഹപ്രവർത്തകരെ മനുഷ്യരായി കണിക്കാത്തവർ. അവർ നിന്ദിക്കുകയും അവരെ കൊണ്ട് ക്രൂരമായി പണിയെടുപ്പിക്കുകയും ചെയ്യുന്നതിൽ തൃപ്തിയടയുന്നവരാണ്. അവരും ഒരിക്കൽ തുടക്കക്കാരായിരുന്നെന്ന് ഓർക്കുന്നതേയില്ല. എല്ലായിടത്തും ഇത് തന്നെ. ഡ്യൂട്ടി തീർന്ന് ഓവർ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ 9 മണി. 8 മണിക്ക് തീരുന്ന ഡ്യൂട്ടിയാണ്. ഹോസ്റ്റലിലോട്ട് നടക്കുന്നതിനാൽ വീട്ടിലേക്ക് ഒരു കോള്, 2 മിനിറ്റ് സംസാരം. ഹോസ്റ്റലിൽ ചെന്ന് പല്ല് തേച്ച് മുഖം കഴുകി മെസ്സിലേക്ക് ഓടി. 3 ഉണക്കച്ചപ്പാത്തിയും പരിപ്പ് വെന്ത വെള്ളവും. അതിൻ്റെ മഞ്ഞയും പച്ചയും ഇലകലർന്ന നിറമാണ്. കടുകെണ്ണയുടെ മനം വല്ലാതെ മടുപ്പിക്കും. ഏതാനും പരിപ്പുകളും സവാള കഷ്ണങ്ങളും ആ കറിയിലുണ്ടായിരുന്നു. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരിത്തിരി ചായ ഗാർഗിൾ ചെയ്ത് തുപ്പാനുള്ളതേ ഉള്ളൂ. ഒരു കലക്കവെള്ളത്തിന് ചായ എന്ന പേരും. നിന്നുകൊണ്ട് ചപ്പാത്തി തിന്നിട്ട് ഹോസ്റ്റലിലേക്ക് ഓടി. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, ശവം പോലെ. ഫോൺ ഇരമ്പുന്നത് കേട്ട് ജിബി എടുത്തു നോക്കി. ജെയ്സൺ. എന്താ വിളിക്കാത്തേ? പരിഭവം. വയ്യ ചേട്ടായി, ഞാൻ നാട്ടിലേക്ക് പോവാം. എന്തു പറ്റി? മമ്മി വീണു ഹോസ്പിറ്റലിൽ, ICUയിൽ. മൈ ഗോഡ്, എന്തു പറ്റി? അറിയില്ല, പ്രഷർ ലോ ആയിരുന്നു എന്നാണ് പറയുന്നത്. വയ്ക്കട്ടെ, പോണ വഴി വിളിക്കാം. കോള് കട്ടായി. ജിബയ്ക്ക് ഉറക്കം പോയി. പോയിട്ടിനി എന്ന് വരും? മുംബൈയിൽ വന്നിട്ട് ആകെ ഒരു തവണയാണ് കാണാൻ പറ്റിയത്. നാഗ്പൂരിൽ വന്ന് ട്രെയിൻ കയറി വന്നിട്ട് കഷ്ടിച്ച് 2 മണിക്കൂർ കിട്ടി സംസാരിക്കാൻ. ഓഫ് ഡേ ആയിരുന്നു പോലും. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ഒന്നും അറിയില്ല. ഈ ജീവിതം എവിടെ എത്തും? ആരാണിതെല്ലാം നിയന്ത്രിക്കുന്നത്? എല്ലാം വെറുതെയാണെന്ന് അവൾക്ക് തോന്നി. താനൊരു പുഴു മാത്രമാണ്. മുംബൈയിലെ ഒരാശുപത്രിയിൽ അരിച്ചു നടക്കുന്ന പുഴു. കഴിയുന്നിടത്തോളം ജീവിക്കുക, മരിക്കുക. ദിവ്യയുടെ കൺപോളകൾ കനം വെച്ച് തുടങ്ങി. അധ്യായം 31. വീട്ടുമുറ്റത്ത് ഓട്ടോറിക്ഷ വന്നു നിന്നു. ദീപ സ്കൂളിൽ പോകാൻ വേണ്ടി കുളിച്ചിട്ട് മുറ്റത്തു നിന്നും മുടി തോർത്തുകയായിരുന്നു. അവൾ ഓടി അകത്തേക്ക് ചെന്നിട്ട് പവിത്രയോട് പറഞ്ഞു, ചേച്ചി, പ്രകാശേട്ടൻ വന്നു. ഓ വന്നോ? നിർവികാരമായൊരു ചോദ്യം പവിത്രയിൽ നിന്നും ഉണ്ടായി. അജിതാമ വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്നു. ജയപ്രകാശം ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി മുണ്ട് മടക്കി കുത്തി മുറ്റത്ത് നിൽക്കുന്നു. നീ ഏതാ? അജിതാമ ചോദിച്ചു. ജയപ്രകാശ് അവരുടെ നേരെ തുറച്ചു നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാണ്? ആരെ കാണാൻ വന്നതാ? എൻ്റെ മോനെവിടെ? ജയപ്രകാശൻ ചോദിച്ചു. നിൻ്റെ മോനോ? നിനക്ക് മോനുണ്ടോ? അപ്പുവിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് നിൻ്റെ ആണെന്ന് ആര് പറഞ്ഞു? വല്ല ഉറപ്പുണ്ടോ നിനക്ക്? ആ, അത് ശരി. നിങ്ങളുടെ മകളെ പിഴയാണെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, നന്നായി. ഇത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാനിരിക്കുന്ന ഞാൻ. ആന്നടാ, അവൾ നിൻ്റെ കെട്ടിയോളാണെന്ന് പറയുന്നതിനേക്കാളും അന്തസ്സാടാ അത്. മോനെ കാണാൻ വന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ 3 മാസം നീ എവിടെയായിരുന്നു? ഇപ്പോഴാണ് നിനക്ക് കെട്ടിയോളം മോനും ഉണ്ടെന്നുള്ളത് ഓർമ്മ വന്നത്. അജിതമ്മ പൊട്ടിത്തെറിച്ച മാതിരി മുറ്റത്തേക്കിറങ്ങിന്ന് ജയപ്രകാശിനെ നേർക്ക് ചേർന്നു. എൻ്റെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മാസമായി. ഒരു തവണയെങ്കിലും വന്നോടാ നീ കാണാൻ. ഇവിടെ വരാൻ കുറച്ചിലാണെന്ന് വേണ്ട. ആശുപത്രി വന്നോ നീ? ഒരാഴ്ച അവൾ ആശുപത്രി കിടന്നല്ലോ. അത് ഞാൻ മനഃപൂർവ്വം വരാത്തതാ. എൻ്റെ ഓട്ടോയുടെ ടെസ്റ്റിംഗ് നടത്താൻ കാശ് ചോദിച്ചിട്ട് തരാതെ അവൾ ഈ ഓപ്പറേഷന് കരുതി. എൻ്റെ കുഞ്ഞിന് ഉടൻ തന്നെ ഓപ്പറേഷൻ നടത്തുന്ന സ്കാനിങ് നടത്തിയ ഡോക്ടർമാർ പറഞ്ഞതല്ലേ. എന്നിട്ട് 6 മാസം നീ അവിടെ വെച്ചോണ്ടിരുന്നില്ലേ? വേദനയ്ക്ക് ഒരു ഗുളിക പോലും വാങ്ങിക്കൊടുക്കാതെ. ബാക്കിയുള്ള ഒരു തെണ്ടിയും ഓപ്പറേഷനുള്ള കാശുണ്ടാക്കിയപ്പോൾ നിനക്ക് അതും വാങ്ങിച്ചുകൊണ്ട് പോയി വണ്ടിയുടെ ടെസ്റ്റിംഗ് നടത്തണം അല്ലേ? വെറും ഒരാഴ്ചത്തെ തിരുമലയ്ക്ക് വേണ്ടിയാണ് ഞാൻ പൈസ ചോദിച്ചു. 7 ദിവസത്തിനകം ഞാൻ തിരിച്ചു തന്നേനെ. നീ ഉണ്ട തരും, വാക്കിന് വിലയില്ലാത്തവൻ. നീ തിരിച്ചെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലടാ എൻ്റെ മോള് ഓരോ പവനും സ്വർണം അടിച്ചു തന്നത്. 22.5 പവൻ. അവസാനം കെട്ടുതാലി വരെ പറിച്ചുകൊണ്ട് പോയില്ലേ നീ? ഒരു തരി പൊന്നുണ്ടോടാ ബാക്കി? ആ നീയാ ഇനിയും തിരിച്ചും മറിച്ചും തരാൻ പോകുന്നത്. ഞാനേ ചുമ്മാതല്ല പണയം വെച്ചത്, അത്രയ്ക്കും അത്യാവശ്യം ഉണ്ടായിട്ടാ.
അവൾ 3 നേരം ഞണ്ണുന്നുണ്ടായിരുന്നല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. ജയപ്രകാശ് കൂസലെന്നെ പറയുന്നത് കേട്ട് അജിതാമ്മയ്ക്ക് വിറഞ്ഞു കയറി. പിന്നെ എല്ലാവരും കെട്ടുതാലി പറിച്ചു വെച്ചിട്ടാണല്ലോ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എടാ, നീ ചങ്കറപ്പുള്ള ആണാണെങ്കിൽ ജോലി ചെയ്ത് നിൻ്റെ കെട്ടിയോളെയും മകനെയും വേണ്ട പോലെ നോക്കിയേനെ. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഓട്ടോ ഓടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആർക്ക് വേണം? നിൻ്റെ കൂട്ടുകാർക്ക് ബിവറേജ് ചേർക്കും. നീ കുടിച്ചു മുള്ളിയ കാശുണ്ടായിരുന്നെങ്കിൽ അതുപോലത്തെ 22 പവൻ വേറെ മേടിക്കായിരുന്നില്ലടാ. പിന്നെ എൻ്റെ മോളെ ഊട്ടുന്ന കഥയൊന്നും നീ പറയല്ലേ. നീയും നിൻ്റെ അമ്മയും ഹോട്ടലിൽ പോയിരുന്ന് മൂക്കുമുട്ട തട്ടിയിട്ട് എൻ്റെ മോൾ എത്ര ദിവസം കഞ്ഞി വെക്കാൻ അരിയില്ലാണ്ട് വീട്ടിൽ പട്ടിയിടണി കിടന്നിട്ടുണ്ടാ. നിങ്ങളുടെ വർത്തമാനം എനിക്ക് കേൾക്കണ്ട. ഞാൻ എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ. നിനക്ക് ഭാര്യയും മകനും ഇല്ല. നീ പോയി നിൻ്റെ പണി നോക്ക്. എൻ്റെ മോടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇത്ര നാളും തിരിഞ്ഞു നോക്കാത്ത നീ ഇപ്പോൾ തിരക്കി വന്നേക്കുന്നു. അവൾ ആശുപത്രിയിൽ കയറിയിട്ട് 5 രൂപ നിൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയോ? ഒന്നും വേണ്ട. 1/2 കിലോ ഓറഞ്ച് വാങ്ങിച്ചോണ്ട് ചെന്നായിരുന്നു നീ. ഞാൻ പൈസ ഇടാത്തത് രൂപ 15,000 സ്ത്രീധന ബാക്കി എനിക്ക് കിട്ടാനുണ്ട്. ആ കാശ് ഓപ്പറേഷനിലോട്ട് വകവെച്ചോ. നീ അവളുടെ സ്വർണ്ണം എല്ലാം വിറ്റു തുറച്ചു. അത് ഏത് വകുപ്പിൽപ്പെടുത്തണം? അതെനിക്ക് സ്ത്രീധനം കിട്ടിയ മുതലാ. എൻ്റെ ഇഷ്ടം പോലെ ഞാനത് കൈകാര്യം ചെയ്യും. പിന്നെ നിനക്കും നിൻ്റെ അമ്മയ്ക്കും ചിലവ് കഴിയാനുള്ള വിറ്റു കള്ളുപിടിക്കാനും വേണ്ടിയല്ലേ ഞാനിവിടെ രാപ്പകലൊന്നല്ലാതെ തയ്ച്ച് കാശുണ്ടാക്കി സ്വർണം വാങ്ങിച്ചു വെച്ചത്. അത് അവളുടെ കഴുത്തിലും കാതിലും കയ്യിലിടാൻ വേണ്ടിയാ. പിന്നെ സ്ത്രീധന ബാക്കി. എടാ, നീയും നിൻ്റെ തള്ളയും ഒരു ദിവസമെങ്കിലും എൻ്റെ മോളോട് ഒരു മനുഷ്യജീവിയെ പെരുമാറുന്ന പോലെ പെരുമാറിയിട്ടുണ്ടോ? അവളെ പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി പിന്നെയും നിനക്ക് പൈസ തന്നുകൊണ്ടിരിക്കണം അല്ലേ? നിനക്കും നിൻ്റെ കെട്ടിയവളെ വേണ്ട, മകനെ മാത്രം മതിയല്ലേ? ഇവിടെ അങ്ങനെ ഒരു മകനില്ല. നീ പോയി നിൻ്റെ പണി നോക്ക്. രണ്ടും കൽപ്പിച്ചാണ് അജിതാമ്മ സംസാരിച്ചത്. വേണ്ടി വന്നാൽ ആ ബന്ധം മുറിക്കാനും അവർ തയ്യാറായിരുന്നു. സ്നേഹശൂന്യനാണ് ജയപ്രകാശ് എന്നുള്ള സത്യം അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ജയപ്രകാശ് ദേഷ്യം കൊണ്ട് ഓട്ടോറിക്ഷയിൽ ചാടിക്കിറങ്ങി. അപ്പോൾ തന്നെ ഓടിച്ചുപോയി. നെറികെട്ടവൻ, നീ ഗുണം പിടിക്കത്തില്ലടാ. അജിതാമ്മ നോക്കി നിന്ന് പ്രാഗി. അയാൾക്ക് 2 അടി കൂടി കൊടുത്തു വിടേണ്ടായിരുന്നു. വരാന്തയിൽ നിന്നും ദീപ പിറുപിറുത്തു. അപ്പോൾ വാതിലിനരികെ വന്ന് ഒളിഞ്ഞു നോക്കി. അച്ഛ പോയോ? അവൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. ഇല്ല, പോയില്ല. ഇപ്പം കള്ളു കുടിക്കാൻ പോയതാ. കുറച്ച് കഴിയുമ്പോൾ വരും. നിന്നെ കൊണ്ട് അച്ഛ പോകത്തുള്ളൂ. ദീപ പറഞ്ഞു. ഇല്ല, ഞാൻ പോകത്തില്ലല്ലോ. അപ്പു നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അച്ഛ വന്ന് നിന്നെ എടുത്തോണ്ട് പോകും. നീ അച്ഛയുടെ കൂടെ പൊക്കോ. അച്ഛയുടെ പുന്നാരമുണ്ട് നീ. വേണ്ട, എനിക്ക് പോകണ്ട. അപ്പു ചുരുങ്ങിക്കരയാൻ തുടങ്ങി. ചുമ്മാ കൊച്ചിനെ പഠിപ്പിക്കാടി. തിരികെ വരാന്തയിലേക്ക് കയറിയ അജിതാമ്മ മകളെ ശ്വസിച്ചു. വാ മോനെ, എൻ്റെ അപ്പുകുട്ടനെ ഞാൻ ആർക്കും കൊടുത്തു വിട്ടതല്ല കേട്ടോ. അജിതാമ്മ അവനെ വാരിയെടുത്ത് അകത്തേക്ക് പോയി. കട്ടിലിൽ ഏതോ ഒരു സ്വപ്ന ലോകത്തിലേക്ക് പോലെ പ്രതിഭ പോലെ ഇരിക്കുകയാണ് പവിത്ര. അവൻ പൊന്നുമോനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അവന് കണക്കിന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പവിത്ര അജിതാമ്മയുടെ നേർക്ക് ശൂന്യമായൊരു നോട്ടം നോക്കി. നിന്റെ കാര്യം അവൻ ചോദിച്ചില്ല എപ്പോഴും. നിന്നെ വേണ്ട അവന്. പവിത്ര ഒന്നും മിണ്ടിയില്ല. തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അവൾക്കിനിയും പിടികിട്ടിയിട്ടില്ല. ഭർത്താവിന് വേണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യണം? ഈ വീട്ടിൽ തനിക്ക് സ്ഥാനമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര നാൾ വരെ? അച്ഛനും അമ്മയും കുറ്റബോധം കൊണ്ട് തൻ്റെയും മോൻ്റെയും രക്ഷകർത്തൃത്വം താൽക്കാലികമായി ഏറ്റെടുത്തേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതൊരു അഭയസ്ഥാനമല്ല. തന്നോടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടേതായ രീതിയിൽ തൻ്റെ അച്ഛനമ്മമാർ തീർത്തു കഴിഞ്ഞു. മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുന്നിൽ 2 ബാധ്യതകൾ മല പോലെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ദേവിയെ പഠിപ്പിച്ച് കല്യാണം കഴിച്ചു വിടണം. അവൾക്കിപ്പോൾ വയസ്സ് 18. തന്നെ കല്യാണം കഴിപ്പിച്ച പ്രായം. അവൾക്കിപ്പോൾ അവളുടെ കല്യാണം നടത്താനിട്ട് യാതൊരു വേവലാതിയുമില്ല. അവളെ പഠിച്ചോട്ടെ എന്നാണ് പറച്ചിൽ. അവൾക്കാണെങ്കിൽ പഠിക്കണമെന്ന് താല്പര്യം തീരെയില്ല. അടുത്ത ബാധ്യത വിഷ്ണുവിനെ പഠിപ്പിച്ചൊരു നിലക്കെത്തിക്കുക എന്നതാണ്. അതിനിടയിൽ ആരോ പിഴുതെറിഞ്ഞ തൻ്റെ ജീവിതമാണ്. അതിന് എവിടെയാണ് സ്ഥാനം? എങ്ങോട്ട് നോക്കിയാലും ഒരു ശൂന്യത മാത്രമേ കാണാനുള്ളൂ. നീ എന്നാടെ ഒന്നും മിണ്ടാത്തേ? മകളുടെ മൗനം ഭേദിക്കാൻ അജിതാമ്മ തിരക്കി. ഞാൻ എന്നാ പറയാനാ? നിനക്ക് പോകണോ അവൻ്റെ കൂടെ? നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞേച്ചാൽ പോകാതെ പറ്റുമോ? ഞാനായിട്ട് പോയതാണോ? അയച്ചതല്ലേ. വേണ്ടാന്ന് കരഞ്ഞു പറഞ്ഞല്ലേ. ആ ചോദ്യത്തിന് അജിതാമ്മയ്ക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മകളുടെ മുഖം കാണുമ്പോൾ നെഞ്ചി തീക്കനൽ കുത്തേൽപ്പിക്കുന്നത് പോലെയാണ്. 22 വയസ്സ്, കണ്ടാൽ 35 തോന്നിക്കും. അജിതാമ്മ ഇടയ്ക്ക് മകളുടെ പഴയ ചില ഫോട്ടോകൾ എടുത്തു നോക്കും. എത്ര ഭംഗിയുള്ള പെൺകുട്ടിയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ അവർക്ക് കരച്ചി വരും. ഭാരമൊഴിക്കാനുള്ള തന്ത്രപ്പാടിൽ ഇവളെ താനാണല്ലോ കുപ്പക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് എന്ന കുറ്റബോധത്തിൽ മനസ്സ് നീറും. പക്ഷെ ഭർത്തുമതിയായ ഈ സ്ത്രീയെയും അവളുടെ മകനെയും ഏത് സ്ഥാനത്ത് നിർത്തണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. തൻ്റെ മകളൊരു വിധവയായിരുന്നെങ്കിൽ പോലും അവർക്ക് ഒരിടം കണ്ടുപിടിക്കാമായിരുന്നു. ഇതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഭർത്താവ് എന്ന കശ്മലൻ ഒരച്ഛൻ്റെ ലേബൽ കൂടി നെറ്റിയിലൊട്ടിച്ച് ജീവനോടൊരിക്കുന്നു. അവൻ ഏത് രൂപത്തിലും വരാം. ആട്ടിൻതോലിട്ട ചെന്നായായും പശ്ചാത്താപ വിവശനായ സമാധാനപ്രിയനായും അവന് വേഷം കെട്ടാം. രാത്രി സുദർശൻ വന്നപ്പോൾ അജിതാമ്മ ജയപ്രകാശ് മകനെ വന്ന് ചോദിച്ചു പോയതിനെക്കുറിച്ച് പറഞ്ഞു.
കൊടുത്തു വിട്ടേക്കാൻ മേലായിരുന്നില്ലേ? കൊണ്ടുപോയി വളർത്തട്ടെ അവനവൻ്റെ തള്ളയും കൂടി. നിങ്ങൾ എന്നതാ പറയുന്നത്? കൊച്ചവൻ്റെ കൂടെ പോവുമോ? പോയാൽ തന്നെ ആര് നോക്കും? അവൻ രാവിലെ ഓട്ടയും കൊണ്ട് പോകും. പിന്നെ ആ തള്ളയല്ലേ ഉള്ളൂ. അവർ നാട് നിറങ്ങാൻ ഇറങ്ങുക. ഇരുട്ടിയാലല്ലേ വീട്ടിൽ കയറത്തുള്ളൂ. അതല്ലേ പറഞ്ഞ് കൊടുത്തു വിട്ടേക്കാൻ മേലായിരുന്നൊന്ന്. അല വളർത്തുന്നൊന്ന് കാണായിരുന്നല്ലോ. ആ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ ജീവൻ പോകും. സുദർശനൻ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ മുറ്റത്തേക്ക് ഒരു ഓട്ടോറിക്ഷ ഇരുമ്പി കയറി. ഹൈതാമയും വിഷ്ണുവും വാതിൽ തുറന്നു നോക്കി. ജയപ്രകാശ് ഓട്ടോയിൽ നിന്നിറങ്ങി. വേറെ രണ്ടുപേര് കൂടെയുണ്ട്. ജയപ്രകാശ് കുടിച്ചു വെളിവ് കെട്ട നിലയിലാണ്. ഒരൊറ്റ ചുവടുവയ്പിൽ നിന്നും അതിലേക്ക് മനസ്സിലായി. അവരെ ഇങ്ങോട്ടേക്ക് ഇറക്കിവിട്. ജയപ്രകാശ് വരാന്തയുടെ നേർക്ക് ആടി ആടി വന്ന് കൈ ചൂണ്ടി ആക്രോശിച്ചു. ആരെ ഇറക്കി വിടാനാ? ഹൈതാമ ചോദിച്ചു. എൻ്റെ ഭാര്യയെ എൻ്റെ മകനെയും. നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? അതെ, ജയപ്രകാശൻ കൈയടിച്ചു പറഞ്ഞു. വഴക്കുണ്ടാക്കാൻ മാത്രമല്ല, എൻ്റെ കെട്ടികളെയും കൊച്ചിനെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ. അത്താഴം കഴിക്കുന്നത് മതിയാക്കി സുദർശൻ ഇറങ്ങി വന്നു. മൂക്കറ്റം കുടിച്ചിട്ട് വന്നേക്കുക. വേറെ രണ്ട് കള്ളോടുമാരും കൂടെയുണ്ട്, ഏതാ പറഞ്ഞു. എടാ, നിനക്കൊന്നും വിവരമില്ലേ? പാതിരാത്രിക്കാണ് ഒരു വീട്ടിൽ കയറി കൊണ്ടൊന്ന് വഴക്കുണ്ടാക്കുന്നത്. എനിക്കിപ്പോഴാണ് വരാനെത്തത്. ഇതെൻ്റെ ഭാര്യയുടെ വീടാണ്. ഏത് നേരത്തും എനിക്കിവിടെ വരാം, ജയപ്രകാശൻ വീറോടെ പറഞ്ഞു. എടാ, നീ പോയിട്ട് വെളിവുള്ള നേരത്ത് വാ. നാളെ രാവിലെ വന്ന് സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കണം. നമ്മൾ അവനോട് സംസാരിക്കാൻ നിൽക്കണ്ട. അകത്തോട്ട് കയറി വാതിലടച്ചേക്കാം, അയതമ്മ അകത്തേക്ക് കയറി പറഞ്ഞു. കുടിച്ചിട്ട് വന്നവരോട് ഒന്നും പറയണ്ട, കയറി വാ. അയതമ്മ ഭർത്താവിനെയും വിളിച്ച് കയറ്റി വാതിലടച്ചു. ഉടനെ ജയപ്രകാശ് വരാന്തയിലേക്ക് ചാടിക്കയറി വാതിൽ ഇടിച്ചിട്ട് വെല്ലുവിളിച്ചു. സുദർശൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സുദർശന് പോലീസ് സ്റ്റേഷനിൽ ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. പോലീസ് ജീപ്പ് എത്തുമ്പോൾ ജയപ്രകാശൻ വാതിലിടിച്ചും ചീത്ത വിളിച്ചും അലറിയും വീടിൻ്റെ പരിസരത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. പോലീസിനെ കണ്ടതും കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി. അതിലൊരാൾ റോട്ടിലെ കുഴിയിൽ കാൽ തട്ടി വീണു. മറ്റൊരാൾ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഓടി ഒളിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും മുൻപേ ജയപ്രകാശിൻ്റെ കഴുത്തിൽ പിടി വീണു. സാറേ, എന്നെന്തിനാ പിടിക്കുന്നത്? ഞാൻ എൻ്റെ ഭാര്യയും മോനെയും കൂട്ടിക്കൊണ്ടുപോകും വന്ന ജയപ്രകാശ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിൻ്റെ അല്ലേ ഈ ഓട്ടോ? പോലീസ് ചോദിച്ചു. അതെ സാറേ, എൻ്റെയാ. നീ അല്ലേ ഇങ്ങോട്ട് ഓടിച്ചോന്നേ? അതെ സാറേ. കയറാ ജീപ്പിലോട്ട്. സാറേ, ഇതെൻ്റെ ഭാര്യ വീടാ. ഭാര്യ വീട്ടിലോട്ട് കുടിച്ചിട്ട് വണ്ടി ഓടിക്കാനുള്ളതാണോ അവിടെ ലൈസൻസ്? ലൈസൻസ് ആരാ നിനക്ക് തന്നെ? കുടുങ്ങിയെന്ന് ഇപ്പോഴാണ് ജയപ്രകാശിന് മനസ്സിലായത്. പോലീസ് അയാളെ ജീപ്പിൽ കയറ്റിയിരുന്നു. ജയപ്രകാശിൻ്റെ വെല്ലുവിളിയും തെറിവിറിച്ചിലും കേട്ട് അയൽവാസികൾ മതിലിനരികിൽ നിൽപ്പുണ്ടായിരുന്നു. പോലീസ് അവരോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. സുദർശനിൽ നിന്നും പരാതി എഴുതി വാങ്ങി. റോഡിൽ വീണുപോയ ആളെ ജയപ്രകാശിനെയും ജീപ്പിൽ കയറ്റി ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് പോയി. തലയണിലേക്ക് കൈമുട്ടൂന്നി കൈപ്പത്തിയിൽ മുഖമുയർത്തി അപ്പുവിൻ്റെ മുഖത്തും മുടിയിലും തഴുകി അവനെ കിടത്തുറക്കിയായിരുന്നു പവിത്ര. അയതാമ്മ അവിടേക്ക് വന്നിട്ട് ചോദിച്ചു. ഇവിടെ നടന്ന ബഹളമൊന്നും നീ കേട്ടില്ലേ? കേട്ടു, പവിത്ര നിർവികാരമായി പറഞ്ഞു. അവനെ പോലീസ് പിടിച്ചോണ്ട് പോയി. തൂക്കിക്കൊല്ലാനല്ലല്ലോ. നിനക്കൊന്നും തോന്നില്ലേ? നാളെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമെന്ന് മനസ്സിലായി. എൻ്റെ തീരുമാനം? സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കട്ടെ എന്നാര് പറഞ്ഞു? അമ്മ പോയി കിടന്നുറങ്ങ്. വഴക്ക് തീർന്നില്ലേ? എല്ലാവരും പോയില്ലേ? അയതാമ്മ മകളുടെ മുഖത്തേക്ക് നോക്കി ഏതാനും നിമിഷം കൂടി നിന്നു. ഉറക്കം വരുന്നില്ലടാ ചക്കര. പവിത്ര മോനെ കൊഞ്ചിക്കുകയാണ്. അയതാമ്മ പിൻവാങ്ങി. പിറ്റേന്ന് അജിതാമ്മയും സുദർശനെയും പവിത്രയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവർ ചെന്നപ്പോൾ സുഭദ്ര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിലെ കൺവീനറും പാതാമ്പുഴ പഞ്ചായത്ത് വാർഡ് മെമ്പറും ഒക്കെയായിട്ട് സ്റ്റേഷനിലുണ്ടായിരുന്നു. എന്താ നിങ്ങളീ രണ്ടു വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം? SI മഹേഷ് കുമാർ ചോദിച്ചു. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല സാറേ. പ്രശ്നം മുഴുവൻ ജയപ്രകാശിനും അയാളുടെ അമ്മയും കൂടെ ഉണ്ടാക്കുന്നത് സാറേ, സുദർശൻ പറഞ്ഞു. ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, സുഭദ്ര ചെറുത്തു. എൻ്റെ മോൻ്റെ ഭാര്യയാണല്ലോ ഇവള്. ഓപ്പറേഷനാണെന്ന് പറഞ്ഞ് 3 മാസം മുൻപ് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അവൾ പോകരുതെന്ന് എൻ്റെ മോൻ പറഞ്ഞിട്ടും കേൾക്കാതെ പോയി. ഇതുവരെ വീട്ടിലോട്ട് തിരിച്ചു വന്നില്ല. ഒന്നുമല്ലല്ലോ എൻ്റെ മോൻ്റെ കുഞ്ഞിനെയല്ലേ സാറേ ഇവള് പ്രസവിച്ചിരിക്കുന്നത്. എൻ്റെ മോൻ ചെന്നാൽ അതിനെ കാണാൻ പോലും സമ്മതിക്കത്തില്ല. അതിൻ്റെ സങ്കടം കൊണ്ടാണ് സാറേ അവൻ ഇന്നലെ കുടിച്ചേച്ചു വന്ന് വഴക്കുണ്ടാക്കിയത്. ആർക്കായാലും മനോവിഷമം തോന്നത്തില്ല സാറേ, SI തലയാട്ടി. ഇനി നിങ്ങൾ പറ. അജിതാമ്മ പവിത്രയെ നോക്കി. പവിത്ര നിസ്സംഗയായി നിന്നതേയുള്ളൂ. അജിതാമ്മയാണ് സംസാരിച്ചത്. സാറേ, എൻ്റെ മോൾക്ക് അത്യാവശ്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തണമെന്ന് 9 മാസം മുന്നേ ഡോക്ടർമാർ പറഞ്ഞതാണ്. ഇല്ലെങ്കിൽ അത് ക്യാൻസറായിട്ട് മാറുമെന്നും പറഞ്ഞു. ഞങ്ങൾ കടവും അതിൻ്റെ പലിശയായിട്ട് കഴിയുന്നവരാ. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. 6 മാസം എൻ്റെ മോള് സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് നടന്നു. ഈ നിൽക്കുന്ന പ്രകാശിൻ്റെ അമ്മ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു പവിത്രയ്ക്ക് ക്യാൻസറാണെന്ന്. ഒടുവിൽ ഉടനെ ചത്തുപോകുന്നു. അത് കഴിയുമ്പോൾ മോനെ കൊണ്ട് വേറൊരു പെണ്ണ് കെട്ടിക്കാമെന്നൊക്കെ. സാറേ, സാറൊന്ന് ആലോചിച്ച് നോക്കി സാറേ. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായി
അടുത്ത ദിവസം നമുക്ക് എന്തായാലും കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.